ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും അതുപോലെ ഇന്ത്യൻ ഇക്കോണമി എന്നും ഉണ്ട് ചെറുതായിട്ട് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കിടക്കുന്ന സമയത്ത് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും. ഒരൊറ്റ വേരിയബിളാ തന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ കൂടെ തന്നെ പ്രസന്റ് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡ്രോ സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടായിട്ട് ഡ്രോ സ്യൂട്ടബിൾ ഡയഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഏത് ഡയഗ്രാം ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ ഒറ്റ വേരിയബിൾ ആണെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക, രണ്ടെണ്ണം ആണെങ്കിൽ നമ്മൾ ഏത് വരയ്ക്കുക, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ സബ് ഡിവൈഡഡ് ഓർ കമ്പോണന്റ് ബാർ ഡയഗ്രത്തിൽ അവർ കറക്റ്റ് ആയിട്ട് പറയും ഏതാ വരയ്ക്കേണ്ടത്. മൾട്ടിപ്പിൾ കമ്പോണന്റ് ബാർ ഡയഗ്രാം തന്നെ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടും പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡ്രോ സ്യൂട്ടബിളിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം, ഒറ്റ വേരിയബിൾ ആണെങ്കിൽ സിമ്പിളും, രണ്ട് വേരിയബിൾ ആണെങ്കിൽ അത് ഏതിലേക്ക് കയറണം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പം ക്വസ്റ്റ്യനിൽ ഉണ്ടാവും സിമ്പിൾ വരയ്ക്കൂ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വരയ്ക്കൂ എന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ ഈ മൂന്ന് ഡയഗ്രാംസും നല്ല ആയിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിനൊക്കെ മക്കളെ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാ. ഹിസ്റ്റോഗ്രാം വരയ്ക്കാന് സാധാരണ ഒരു കണ്ടിന്യൂസ് ടേബിൾ ആയിരിക്കും അവർ തരിക. അതായത് 0 to 10, 10 to 20 ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ടേബിൾ ആണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഹിസ്റ്റോഗ്രാം അങ്ങ് എക്സ് ആക്സിസിൽ ക്ലാസ്സും എഫിൽ എക്സ് വൈയിൽ ഫ്രീക്വൻസിയും കൊടുത്ത് അങ്ങോട്ടേക്ക് ചെയ്താൽ മതി. ചില സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല തരിക, അവർ ഇൻക്ലൂസീവ് ഡാറ്റ ആയിരിക്കും തരിക. ഓക്കെ, ഇൻക്ലൂസീവ് ആണെങ്കിൽ നിങ്ങൾ അതിനെ എന്തായി കൺവേർട്ട് ചെയ്യണം, അതിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് വരയ്ക്കാവുന്നു, ഹിസ്റ്റോഗ്രാം വരയ്ക്കാവൂ കേട്ടോ. ചിലപ്പോൾ അത് ട്വിസ്റ്റഡ് ആയിട്ട് അവർ ഒന്ന് മാറ്റി പിടിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഹിസ്റ്റോഗ്രാം കണ്ടു എന്ന് വെച്ചാൽ ചാടി കയറി വരയ്ക്കാൻ നിൽക്കരുത്. തന്നിരിക്കുന്ന ഡാറ്റ എക്സ്ക്ലൂസീവ് ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം, എന്നിട്ട് അത് വരയ്ക്കാവൂ. ഇനി ഇൻക്ലൂസീവ് ആണെങ്കിൽ അതിന് എന്തായി കൺവേർട്ട് ചെയ്യണം, എക്സ്ക്ലൂസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വരയ്ക്കാവൂ. കാരണം ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്തടുത്ത് ഒട്ടി ഇങ്ങനെ ഇരിക്കുന്ന, അതായത് സയാമീസ് ഇരട്ടകളവാർ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ് അല്ലെ, അതുപോലെ ഇരിക്കും. നിങ്ങൾ ഇൻക്ലൂസീവിൽ കയറിയിട്ട് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കൂല. അതുകൊണ്ടാണ്. Now the next one, ഫ്രീക്വൻസി കർവും ഫ്രീക്വൻസി പോളിഗണും വരയ്ക്കാനാ. അത് വിത്ത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുണ്ടാവും അല്ലെങ്കിൽ വിത്തൗട്ട് ഹിസ്റ്റോഗ്രാം ആയിരിക്കും കേട്ടോ. കാണാറില്ല, പക്ഷെ പറയാൻ പറ്റില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഇങ്ങനെ മാറി വരുന്നത് കൊണ്ടേ. പിന്നെ ഉള്ളത് ഒജീവ്സ് ആണ്. ഇത് ഒരിക്കലും പഠിക്കാതെ പോവരുത്. ഇത് ചിലപ്പം 5 മാർക്കിന് വരെ ചോദിക്കുന്നതാണ് ഒജീവ്സ് വരയ്ക്കാൻ. അത് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും. ഒജീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 2 എണ്ണം വരയ്ക്കണം കേട്ടോ. പിന്നെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒജീവ്സിന് പകരം അവർ തരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എന്നായിരിക്കും. അപ്പൊ ചോദിക്കുക അതെന്താ ക്യുമുലേറ്റീവ്, അത് സെയിം തന്നെയാണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെയാണ് എന്ത്, ഒജീവ്സും കേട്ടോ. അപ്പോൾ ഒജീവ്സ് എന്തായാലും പഠിച്ചിട്ട് പോവാ. പിന്നെ ഉള്ളത് നമ്മുടെ പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് സർക്കിൾ ഡയഗ്രാം, സർക്കിൾ എന്നായിരിക്കും. അപ്പോഴത് മാറിപ്പോവരുത്. പൈ ഡയഗ്രാം പ്രൊട്രാക്ടർ ഒക്കെ വെച്ച് മെഷർ ചെയ്യുന്നില്ലേ. അപ്പോൾ പൈ ഡയഗ്രാം കാണുമ്പോഴും ആദ്യം തന്നെ മക്കളെ നമ്മൾ അതിനെ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം, വാല്യൂസിനെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പൈ ഡയഗ്രാം വരയ്ക്കാൻ. പിന്നെയുള്ളത് നമ്മുടെ ഈ 8ാമത്തെ ഈ സംഭവം സ്കാറ്റർ ഡയഗ്രാം ആണ്. അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ കോറിലേഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഡയഗ്രാം ആണ്. അതിൽ 7 ഡയഗ്രാം ഉണ്ട് ശരിക്കും സ്കാറ്റർ ഡയഗ്രാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ, ലീനിയർ പെർഫെക്റ്റ് അല്ല നോൺ ലീനിയർ പെർഫെക്റ്റ് കോറിലേഷൻ, നോൺ ലീനിയർ നെഗറ്റീവ് കോറിലേഷൻ. അങ്ങനെ ശരിക്കും അത് 7 ഡയഗ്രാം ഉണ്ട് കേട്ടോ. അത് അപ്പോൾ 7 മാർക്കിനൊരു ക്വസ്റ്റ്യൻ നമുക്കില്ല സത്യത്തിൽ. പക്ഷെ അവർ കറക്റ്റ് ഡ്രോ സ്കാറ്റർ ഡയഗ്രാംസ് എന്ന് പറയും. എന്നിട്ട് ഏതൊക്കെയാ വരയ്ക്കേണ്ടത് എന്ന് അവർ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ അത് വരച്ചു വെച്ചാൽ മതി. അത് എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് യു ഡ്രോ ദ ഡയഗ്രാംസ്. ഓക്കെ, അത് സ്കാറ്റർ ഡയഗ്രാം. അപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത്രയും ഡയഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ട് പോകാനുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണ്. ഇതിൽ ഉറപ്പാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ മോഡൽ എക്സാമിനേഷൻ നമുക്ക് ഹിസ്റ്റോഗ്രാം അതേപോലെ ഒജീവ്സ് ഉണ്ടായിരുന്നു വരയ്ക്കാൻ അല്ലേ. സ്കാറ്റർ ഡയഗ്രാം ഉണ്ടായിരുന്നു, 4 എണ്ണത്തിന് സ്കാറ്റർ ഡയഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചിലപ്പോൾ പൈ ഡയഗ്രോ വേറെ ഏതെങ്കിലും കടന്നു വരാൻ, ചിലപ്പോൾ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രോ ഒക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മിസ്സാക്കാതെ ഈ 8 എണ്ണവും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ.